ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കിൻ്റെയാണ് കേട്ടോ. നല്ല ക്രഞ്ചിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി, പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് നമുക്ക് സോസ് കൂട്ടി കഴിക്കാനും പറ്റും. ഞാൻ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതിലിനി വേണ്ടത്, ഞാനൊരു കുറച്ച് ചൊവ്വരി, ഒരു 1/2 കപ്പ് ചൊവ്വരി 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ കുഴയ്ക്കുന്നതുകൊണ്ട് ചൊവ്വരി ചേർത്താൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കും. പിന്നീട് ഒരു 3 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വാങ്ങി വെക്കുന്ന പൊടിയാണ് കേട്ടോ ഇത്. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നീട് വേണ്ടത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് അതിലേക്ക് വേണ്ടത് ഒരു 1/2 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. പിന്നീട് ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എരിവ് അധികമാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. പിന്നീട് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. തീരെ വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെയാണ് കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് കുറച്ച് കുഴയ്ക്കുന്നത് മാത്രമാണ് കേട്ടോ ഒരു പണിയായിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാൻ ഏകദേശം ഒന്ന് പകുതി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ ഇത്. നന്നായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഉടഞ്ഞു വരണം, അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിൻ്റെ ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. നീളത്തിലാണെങ്കിൽ നമുക്ക് സോസ് കൂട്ടി കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നീളത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുന്നു. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവണം. പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് പെട്ടെന്ന് വറുത്ത് കോരി എടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. വളരെ നേരിയതായിട്ടാണ് നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടുന്നതാണ്. വളരെ പെട്ടെന്ന് നല്ല ചൂടുള്ള എണ്ണയിൽ അപ്പം തന്നെ നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റും. കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. ഒന്നായിട്ടിടണ്ട, ഒന്നായിട്ടിട്ടാൽ ഇങ്ങനെ ഒട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് വേഗം വറുത്ത് കോരി എടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ കഴിയും. നമുക്ക് ഏകദേശം ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് പണി കഴിയുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്